Hi friends, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ +2 ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന പാഠമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇതുവരെ നമ്മൾ കുളംബ്സ് ലോ അഥവാ കുളംബ്സ് ലോയിലെ പെർമിറ്റിവിറ്റി, സൂപ്പർപൊസിഷൻ എന്നീ കാര്യങ്ങൾ വരെയൊക്കെയാണ് പഠിച്ചു നിർത്തിയത്. അടുത്തത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ് ആണ് പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോ നിർത്തിയത്. എന്നാൽ അതിനു മുമ്പായിട്ട് കുളംബ്സ് ലോയെ അടിസ്ഥാനപ്പെടുത്തി ചില പ്രോബ്ലംസ് ചെയ്യേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ കുളംബ്സ് ലോയുമായിട്ട് അനുബന്ധിച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രോബ്ലംസ് എന്ന് പറയുന്നത് രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ കുളംബ്സ് ലോയിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള പ്രോബ്ലംസും സെക്കൻഡ് വീഡിയോയിൽ കുളംബ്സ് ലോയും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസും ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ, അതായത് പ്രോബ്ലംസിന്റെ ഫസ്റ്റ് വീഡിയോയിൽ കുളംബ്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്, അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് കുളംബ്സ് ലോയുടെ ഇക്വേഷൻ. അത് നമുക്കറിയാം, നമ്മൾ പഠിച്ചത് F is equal to 1/4 pi epsilon Q1 Q2 by R square. എപ്സിലോൺ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി, Q1ന്റെയും Q2വിന്റെയും മാഗ്നിറ്റ്യൂഡ് ആണ്. നമുക്ക് സൈൻ പ്രശ്നമല്ല, പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ എന്നുള്ളത് പ്രശ്നമല്ല, നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സൈൻ നമുക്ക് അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ. അടുത്തത് എപ്സിലോൺ സീറോയുടെ വാല്യൂ, അതായത് എയറിന്റെ അഥവാ ഫ്രീ സ്പേസിന്റെ അഥവാ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി എത്രയാണ്? 8.85 into 10⁻⁻12 കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന ആ വാല്യൂ. രണ്ട് 1/4 പൈ എപ്സിലോൺ സീറോ, അതായത് കെയ്ക്ക് നമ്മൾ കെയുടെ വില നമുക്കറിയാം 1/4 പൈ എപ്സിലോൺ ആണ്. ആ എപ്സിലോണിന്റെ സ്ഥാനത്ത് ഫ്രീ സ്പേസ് വരുമ്പോൾ കുളംബ്സ് കോൺസ്റ്റന്റിന്റെ വില എന്താണ്? 9 into 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ. യൂണിറ്റ് ഒക്കെ എങ്ങനെ എഴുതുന്നത് നമുക്ക് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ യൂണിറ്റ് എഴുതാനും അറിയാം. ഇവിടെ കെ, അപ്പൊ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ, ഇവിടാണ് കെ വരുന്നതെങ്കിൽ. അപ്പൊ യൂണിറ്റ് ഒന്നും നിങ്ങൾ പഠിച്ചു നോക്കണമെന്നില്ല. അടുത്തത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പ്രോബ്ലംസ് തരുമ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് SI യൂണിറ്റിലാണോ എന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. കുളംബ്സ് ലോയിലെ ഇക്വേഷനിൽ ഫോഴ്സ് എപ്പോഴും ന്യൂട്ടണിലായിരിക്കണം. ചാർജസ് Q1നും Q2വിലും കുളമ്പിലായിരിക്കണം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് അഥവാ സെപ്പറേഷൻ ഓഫ് ചാർജസ് മീറ്ററിലായിരിക്കണം. അഥവാ അല്ലെങ്കിൽ ഇതിനെ എല്ലാം SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഉദാഹരണത്തിന് ഇപ്പൊ ചില പ്രോബ്ലംസ് നമുക്ക് Qയുടെ വില 0.5 മൈക്രോ കുളമ്പ് എന്നാ തന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? Q is equal to 0.5 into മൈക്രോ കുളമ്പിനെ കുളമ്പിലോട്ട് മാറ്റാൻ, മൈക്രോയെ മാറ്റാൻ 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ അതേ കൂട്ട് ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ എന്നാ തന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ എന്തോ ചെയ്യണം? R is equal to 5 into 10⁻⁻2 മീറ്റർ എന്ന് മാറ്റി എഴുതണം. അപ്പോൾ SI യൂണിറ്റിന്റെ കാര്യം പ്രധാനമായും ശ്രദ്ധിക്കണം. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ, അതായത് നമ്മുടെ ആദ്യ പാഠത്തിലും രണ്ടാമത്തെ പാഠത്തിലും എപ്പോഴും മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യുന്ന അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു ഫിഗർ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഫിഗർ വരയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പൊ രണ്ട് ചാർജസിനെ പറ്റിയുള്ള ഒരു പ്രോബ്ലം ആണെന്ന് കരുതുക. രണ്ട് ചാർജസിനിടയ്ക്കുള്ള ഫോഴ്സ് എത്ര എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലം. അപ്പൊ നമ്മൾ എന്തോ ചെയ്യും? ആ രണ്ട് ചാർജസിന്റെ പടം ജസ്റ്റ് ഒന്ന് വരച്ചിരിക്കണം. കാരണം നമുക്ക് പ്രോബ്ലംസിന് ഐഡിയ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നോക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് തന്നെ പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടി ആ ചാർജസിന്റെ പടം ഒന്ന് വരച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ ഫുള്ളും നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം സെക്ഷനായ കുളംബ്സ് ലോയെ അധിഷ്ഠിതപ്പെടുത്തിയുള്ള പ്രോബ്ലത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവയൊക്കെ. അപ്പോ നിങ്ങളുടെ NCERT പുസ്തകത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്. NCERT എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ NCERT എക്സസൈസിലെ ഫസ്റ്റ് പാഠത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മോൾ ചാർജ്ഡ് സ്പിയേഴ്സ് ഹാവിംഗ് സെപ്പറേഷൻ 30 സെന്റിമീറ്റേഴ്സ് ഇൻ എയർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 2 into 10⁻⁻7 കുളം ആൻഡ് 3 into 10⁻⁻7 കുളം? വളരെ സിമ്പിൾ ആയിട്ടുള്ള കുളംബ്സ് ലോയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
നിങ്ങളുടെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് ആ ഫിഗർ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ ഫിഗർ നമുക്കൊന്ന് വരയ്ക്കാം. ഇവിടെ രണ്ട് ചാർജസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓരോ ചാർജിനെയും Q1 Q2 എന്ന് വിളിക്കുന്നു. അപ്പൊ Q1 Q2 എന്ന് രണ്ട് ചാർജസ് Q1 Q2, ഇവയ്ക്കിടയിൽ സെന്റർ ടു സെന്റർ സെപ്പറേഷൻ എത്രയാണ്? R is equal to എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 30 സെന്റിമീറ്റർ. അപ്പോൾ R is equal to 30 സെന്റിമീറ്റർ. Q1 ന്റെ വില തന്നിട്ടുണ്ട്. Q1 is equal to 2 into 10 raised to minus 7 കുളം. Q2 ന്റെ വിലയോ? Q2 is equal to 3 into 10 raised to minus 7 കുളം. അപ്പോൾ Q1 is equal to 2 into 10 raised to minus 7 കുളം. Q2 is equal to 3 into 10 raised to minus 7 കുളം. R is equal to 30 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഡയറക്റ്റ് ഇവയ്ക്കിടയിലുള്ള ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു സ്മോൾ ചാർജ്ഡ് സ്പിയേഴ്സ്? അപ്പോൾ കുളംബ്സ് ലോ അനുസരിച്ച് ഫോഴ്സിനുള്ള ഇക്വേഷൻ എന്താണ്? 1/4πε0 Q1 Q2 R². ഇനി ഇവിടെ നിന്ന് ഞാൻ ε0 എന്ന് എഴുതാൻ കാരണം എന്താ? എയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എയറിലുള്ള പെർമിറ്റിവിറ്റിയുടെ വില നമുക്കറിയാം. എയറിലുള്ള പെർമിറ്റിവിറ്റിയെ നമ്മൾ ε0 കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ε0 കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ വില നമുക്കറിയാം 8.85 into 10 raised to minus 12. അതിന്റെ യൂണിറ്റ് എന്താണ്? കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അപ്പോ ε0 is equal to 8.85 into 10 raised to minus 12 കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. നമുക്ക് അവിടെ നിന്ന് K ഡയറക്റ്റ് എഴുതാം. 1/4πε0 ഇട്ട് K യുടെ വിലയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 9 into 10 raised to 9. അതിന്റെ യൂണിറ്റ് എത്രയാണ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ. അപ്പോ K യുടെ വിലയും നമുക്ക് ഡയറക്റ്റ് അറിയാം. ഇനി നമുക്ക് ഫോഴ്സ് ഡയറക്റ്റ് അങ്ങ് എഴുതിക്കൂടായോ? F is equal to 1/4πε0 K എന്ന് വിളിക്കുന്നു. Q1 Q2 R². ഇനി K യുടെ വില 9 into 10 raised to 9. Q1 ന്റെ വില 2 into 10 raised to minus 7 into 3 into 10 raised to minus 7 divided by R. R എന്ന് പറയുന്നത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. R എന്ന് പറയുന്നത് എത്രയാണ്? R is equal to 30 സെന്റിമീറ്റർ. നമ്മൾ ആദ്യമേ ഇതിനെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. R 30 സെന്റിമീറ്റർ ആകുമ്പോൾ R is equal to 30 into 10 raised to minus 2 മീറ്റർ. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 10 raised to minus 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെന്റിമീറ്റർ ഇൻറ്റു 10 raised to minus 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ കിട്ടും. അപ്പോൾ R is equal to 30 into 10 raised to minus 2. അപ്പോ ഡിവൈഡഡ് ബൈ R² ആണല്ലോ. അപ്പൊ 30 into 10 raised to minus 2 the whole square എന്ന് ലഭിക്കും. ഇവിടെ നിന്ന് 10 ന്റെ പവർ എല്ലാം നമുക്ക് ഒരുമിച്ച് എഴുതാം. ബാക്കിയുള്ള സംഖ്യകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതാം. 9 into 2 18. 18 into 3 എത്രയാണ്? 54. അതൊക്കെ നിങ്ങൾ ബേസിക് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് നമുക്ക് എഴുതി കാണിച്ച സമയം കളയണ്ട. അപ്പോൾ 9 into 2 18. 18 into 3 54 into 10 raised to 9 into 10 raised to minus 7 into 10 raised to minus 7. അതെങ്ങനെയാണ്? ബേസ് ഈക്വൽ ആയതുകൊണ്ട് പവറുകൾ കൂട്ടി എഴുതിയാൽ മതി. അപ്പൊ 10 raised to minus 5 എന്ന് വരും. അത് ഞാനൊന്ന് കാണിച്ചേക്കാം. 10 raised to 9 into 10 raised to minus 7 into 10 raised to minus 7. 9 minus 7 എത്രയാണ്? 2. 2 minus 7 minus 5 which is equal to 10 raised to minus 5. നമ്മൾ ബേസ് അതേ കൂട്ട് തന്നെ എഴുതിയിട്ട് പവർ കൂട്ടി അങ്ങ് എഴുതി. അത്രേ ഇവിടെ ചെയ്തുള്ളൂ. ഡിവൈഡഡ് ബൈ 30 into 10 raised to minus 2 ന്റെ സ്ക്വയർ. ആദ്യം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ പവർ സ്പ്ലിറ്റ് ചെയ്തിരുന്നു. അപ്പൊ 30യുടെ സ്ക്വയർ 900 into 10 raised to minus 2 ന്റെ സ്ക്വയർ 10 raised to minus 4 which is equal to ഇവിടെ ഈ രണ്ട് സീറോയും ഈ പവറും കൂടെ അങ്ങ് ക്യാൻസൽ ചെയ്യാം. അപ്പോ 54 into 10 raised to minus 5 divided by 9 into 10 raised to minus 2. ഇവിടെ എന്ത് ചെയ്ത്? ഇവിടെ 9 into 10 സ്ക്വയർ എന്ന് എഴുതാം. 10 സ്ക്വയറും 10 raised to minus 4ന്റെ പവറൂടെ ക്യാൻസൽ ചെയ്ത് 9 into 10 raised to minus 2 എന്ന് എഴുതി. 54ഉം 9ഉം കൂടെ വെട്ടിപ്പോകും. 6 എന്ന് എഴുതാൻ സാധിക്കും. 9 into 6 54 ആണ്. അതുകൊണ്ട് 54നെ 9 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 6 എന്ന് ലഭിക്കും. അപ്പോ
6 into 10 raised to minus 2 ന്യൂമറേറ്ററിൽ പോകുമ്പോൾ 10 raised to minus 3 ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. അപ്പോൾ നമ്മുടെ ആൻസർ F is equal to 6 into 10 raised to minus 3 ന്യൂട്ടൺ ആണ്. ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള റിപ്പൽഷൻ എന്ന് പറയാൻ കാരണം രണ്ടും ലൈക്ക് ചാർജസ് ആണ്. അപ്പോൾ ഈ രണ്ട് ചാർജസിനിടയ്ക്കുള്ള റിപ്പൽഷൻ ആണ് F is equal to 6 into 10 raised to minus 3 ന്യൂട്ടൺ. ഇതാണ് നിങ്ങളുടെ NCERT എക്സസൈസിലെ ആദ്യ ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ഇത് വായിക്കുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം NCERTയിലെ ചോദ്യം തന്നെയാണ്. NCERT എക്സസൈസിലെ രണ്ടാമത്തെ ചോദ്യമാണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. ചോദ്യം ഞാൻ ആദ്യം എഴുതാം, അതിനുശേഷം ഉത്തരം എഴുതാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എ സ്മാൾ സ്പിയർ ഓഫ് ചാർജ് ഓഫ് 0.4 മൈക്രോകുളം ഡ്യൂ ടു അനദർ സ്മോൾ സ്പിയർ ഓഫ് ചാർജ് minus 0.8 മൈക്രോകുളം ഇൻ എയർ ഈസ് 0.2 ന്യൂട്ടൺ. അപ്പോൾ അതിനകത്തുള്ള ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്പിയേഴ്സ്? ഈ രണ്ട് സ്പിയറുകൾക്ക് ചാർജ്ഡ് സ്പിയേഴ്സിനിടയ്ക്കുള്ള അകലം എത്രയാണ്? രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് സ്പിയർ ഡ്യൂ ടു ദ ഫസ്റ്റ്? രണ്ടാമത്തെ ചാർജ്ഡ് സ്പിയറിന് ആദ്യത്തെ സ്പിയർ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് എത്രയാണ്? അപ്പോൾ നമുക്ക് ചോദ്യം ആദ്യം ഒന്ന് പിക്ടോറിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ആദ്യം ആ പടം ഒന്ന് വരയ്ക്കാം. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എ സ്മാൾ സ്പിയർ ഓഫ് ചാർജ് 0.4 മൈക്രോകുളം ആൻഡ് അനദർ ചാർജ്. രണ്ട് ചാർജിനെ പറ്റി അപ്പൊ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ചാർജിനെ ഒന്ന് വരയ്ക്കാം. ഒന്നിനെ Q1 എന്നും വിളിക്കാം, മറ്റേതിനെ Q2 എന്നും വിളിക്കാം. Q1ന്റെയും Q2ന്റെയും വില അറിയാം, ഇവയ്ക്കിടയിലുള്ള ഫോഴ്സിന്റെ വിലയും അറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവയ്ക്കിടയിലുള്ള സപ്പറേഷനായ R ആണ്. R നമുക്ക് അറിയത്തില്ല. Q1ന്റെ വില എത്രയാണ്? 0.4 മൈക്രോകുളം. മറ്റേതിൻ്റെ Q2വിൻ്റെത് -0.8 മൈക്രോകുളം. ഇവയ്ക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 0.2 ന്യൂട്ടൺ ആണ്. കുളംസ് ലോ അനുസരിച്ച് നമുക്ക് എന്തറിയാം? അക്കോർഡിംഗ് ടു കുളംസ് ലോ എന്തറിയാം? ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to K Q1 Q2 by R square. അപ്പോൾ R square എന്താണ്? R square is equal to K Q1 Q2 by force. അപ്പോൾ R square എന്ന് പറയുന്നത് K Q1 Q2 by force ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? R നെയാണ്. അപ്പോൾ ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ലഭിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് എഴുതാം. പരീക്ഷയ്ക്ക് പ്രോബ്ലം ചെയ്യുന്ന അവസരങ്ങളിലെല്ലാം തന്നിരിക്കുന്ന ആൾക്കാരെ എടുത്ത് എഴുതണം. അതുമായിട്ട് അനുബന്ധപ്പെട്ട ഇക്വേഷനും ഒരു പടവും എഴുതി പിടിപ്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്കിനുള്ളത് ആകും. അപ്പൊ Q1 is equal to 0.4 മൈക്രോകുളം. നമുക്ക് എന്ത് ആദ്യം ചെയ്യണം? SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും? 0.4 into 10 raised to minus 6 കുളം. Q2 is equal to 0.8 മൈക്രോകുളം which is equal to 0.8 into 10 raised to minus 6 കുളം. ഇനി എന്താണ് തന്നിരിക്കുന്നത്? ഇവയ്ക്കിടയിലുള്ള ഫോഴ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.2 ന്യൂട്ടൺ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? R നെയാണ്. R സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് വയ്ക്കണം? R സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്, വാല്യൂ ഇട്ട് കൊടുക്കാം. കെയുടെ വില 9 into 10 raised to 9 into Q1ന്റെ വില എന്താണ്? 0.4 into 10 raised to minus 6
ഇൻറ്റു Q2. Q2ൻ്റെ വില എന്താണ്? Q2 ചാർജ് നെഗറ്റീവ് ആണ്. എന്നാൽ നമ്മൾ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കണക്കാക്കത്തുള്ളൂ. ചാർജ് നെഗറ്റീവ് ആണെങ്കിലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കണക്കാക്കത്തുള്ളൂ. ഇവിടെ നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവയ്ക്കിടയിലുള്ള ഫോഴ്സ്, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്ഷൻ ആയിരിക്കും എന്ന് മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. സൈൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻറ്റു 0.8 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ 0.2. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തത് കൂട്ട് തന്നെ 10ന്റെ പവറിനെ എല്ലാം ഒരുമിച്ച് എഴുതും, മറ്റുള്ള സംഖ്യകളെല്ലാം മാറ്റി എഴുതും. പക്ഷെ ഇവിടെ നമുക്ക് ഇത് വെട്ടാൻ സാധിക്കും. വെട്ടാൻ പറ്റുന്നില്ല, അങ്ങ് ആദ്യം തന്നെ വെട്ടിക്കണം. 0.2ഉം 0.4 കൂടെ വെട്ടിക്കഴിഞ്ഞാൽ മുകളിൽ 2 എന്ന് വരും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ താഴെ 1. അപ്പോൾ നമ്മുടെ ഡിവിഷൻ അങ്ങ് പോയി കിട്ടി. ഇനി മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ 2 ഇൻറ്റു 0.8 9 ഇൻറ്റു 2 ഇൻറ്റു 0.8 എത്രയാണ്? 1.6. അപ്പോൾ 9 ഇൻറ്റു 1.6. ഇനി 10ന്റെ പവർ അല്ല, ഒരുമിച്ച് എഴുതണം. 10ന്റെ പവർ ഏതൊക്കെയാണ്? 10⁻9 ഇൻറ്റു 10⁻6 ഇൻറ്റു 10⁻6 which is equal to 10⁻9 into 10⁻12 which is equal to 10⁻3. അപ്പോൾ 9 into 1.6 into 10⁻3. 9 into 1.6 എത്രയാണ്? 14.4 എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക സംശയമുള്ളവർ. 9 into 1.6 14.4 into 10⁻3. അപ്പോൾ ആർ സ്ക്വയറിൻ്റെ വിലയാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 14.4 ഇൻറ്റു 10⁻3. നമുക്ക് വേണ്ടത് ആരെയാണ്? ആറിനെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതിനെ 144 എന്നങ്ങ് എഴുതി. ഒരു ഡെസിമൽ സ്ഥാനം അങ്ങ് മാറ്റി കുത്തിട്ടു. അതിന് പകരം ഞാൻ എന്തോ ചെയ്യണം? ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. ഇവിടെ ഞാൻ ചെയ്തത് എന്താണ്? 14.4 ഇൻറ്റു 10 ചെയ്തപ്പോഴാണല്ലോ എനിക്ക് 144 കിട്ടിയത്. ഈ 10നെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഞാൻ ഡിവൈഡഡ് ബൈ 10 കൊടുത്തു. എന്നിട്ട് അതിന് ഇതിൻ്റെ കൂടെ കൂട്ടി. അപ്പോൾ 10⁻4 എന്ന് വരും. 144 ഇൻറ്റു 10⁻4. എന്ത് ചെയ്തു? ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. വാല്യൂവിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 144 ഇൻറ്റു 10⁻4. ഇനി അപ്പോൾ ആറിൻ്റെ വില അപ്പോൾ എന്തായിരിക്കും? 12 ഇൻറ്റു 10⁻². ആർ ഇതിൻ്റെ റൂട്ട് 144ൻ്റെ റൂട്ട് 12. 10⁻4ൻ്റെ റൂട്ട് 10⁻². അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 10⁻² എന്ന് നമുക്ക് ഉത്തരം ലഭിച്ചു. അതായത് ഇവയ്ക്കിടയിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 12 ഇൻറ്റു 10⁻² മീറ്റർ ആണ്, അഥവാ 0.12 സെൻറ്റിമീറ്റർ ആണ്. ഈ രണ്ട് ചാർജിനിടയ്ക്കുള്ള സെപ്പറേഷൻ ഫോഴ്സ് 0.2 ന്യൂട്ടൺ ആവുന്ന അവസരത്തിലും ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് ഈ തന്നിരിക്കുന്ന ആവുന്ന അവസരത്തിലും ആർ എന്ന് പറയുന്നത് 0.12 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. എഴുതിക്കോ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ രണ്ടാം ഭാഗമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് സ്പിയർ ഡ്യൂ ടു ഫസ്റ്റ്? അതിന് ഉത്തരം ഓൾറെഡി ഇവിടെ ഉണ്ട്. F ഈസ് ഈക്വൽ ടു 0.2 ന്യൂട്ടൺ. കാരണം ഇതൊരു മ്യൂച്വൽ ഫോഴ്സ് ആണ്. ആദ്യത്തെ ചാർജ് രണ്ടാമത്തേതിൽ എത്രയാണോ ഫോഴ്സ് കൊടുക്കുന്നത് അതേ ഫോഴ്സ് തന്നെ ആയിരിക്കും സെക്കൻഡ് ചാർജ് ഫസ്റ്റ് ചാർജിലും കൊടുക്കുന്നത്. ഡയറക്ഷനിൽ മാത്രം ചില സാഹചര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുമെന്നുള്ളതല്ലാതെ ഇവയ്ക്കിടയിലുള്ള ഫോഴ്സിന് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. ഫസ്റ്റ് ചാർജ് എത്ര ഫോഴ്സ് ആണോ സെക്കൻഡ് ചാർജിൽ ചെലുത്തുന്നത് അതേ ഫോഴ്സ് തന്നെയായിരിക്കും സെക്കൻഡ് ചാർജ് ഫസ്റ്റ് ചാർജിൽ ചെലുത്തുന്നത്. ഫസ്റ്റ് ചാർജ് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ സെക്കൻഡ് ചാർജ് അതേ ഫോഴ്സ് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കും. നമ്മൾ കുളംസ് ലോ പറയുന്ന സമയത്ത് ന്യൂട്ടന്റെ തേർഡ് ലോ ആയിട്ട് ഇത് പ്രൂവ് ചെയ്തതാണ്. F12 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് F21 എന്ന് കുളംസ് ലോയുടെ വെക്ടർ ഫോം പറഞ്ഞ സമയത്ത് വെക്ടർ ആയിട്ട് ഇതിനെ പ്രൂവ് ചെയ്തതായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം F ഈസ് ഈക്വൽ ടു 0.2 ന്യൂട്ടൺ എന്ന് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്കിനി അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തത് നിങ്ങളുടെ NCERT എക്സസൈസിലെ ചോദ്യം തന്നെയാണ്. 12ാമത്തെ ചോദ്യം കുളംസ് ലോയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള 12ാമത്തെ ചോദ്യം നമ്മുടെ മൂന്നാമത്തെ ചോദ്യം എക്സസൈസിലെ 12ാമത്തെ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്, ഞാനൊന്ന് എഴുതാം.
അപ്പോ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ടു ചാർജ്ഡ് കോപ്പർ സ്പിയേഴ്സ് A and B are separated by a distance of 50 centimeter. What is the mutual electrostatic force of repulsion between each charge if the magnitude of each charge is 6.5 into 10 raised to minus 7 coulomb? രണ്ട് കോപ്പർ സ്പിയേഴ്സ്, രണ്ട് ഇൻസുലേറ്റഡ് കോപ്പർ സ്പിയേഴ്സ് എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് കോപ്പർ സ്പിയേഴ്സ്, ഇവയ്ക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. ഈ ഓരോ കോപ്പർ സ്പിയറിന്റെയും ചാർജ് എന്ന് പറയുന്നത് 6.5 into 10 raised to minus 7 കുളംബ് ആയി കഴിഞ്ഞാൽ ഇവയ്ക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ എത്രയാണെന്നാണ് ആദ്യ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ റിപ്പൽസീവ് ഫോഴ്സ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്പിയർ ഈസ് ഹാഫ്ഡ് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഈസ് ഡബിൾഡ്. അതായത് ഈ 50 സെന്റിമീറ്റർ എന്നുള്ളത് നേരെ പകുതിയായി 25 സെന്റിമീറ്റർ ആയി ചുരുക്കുകയും ഈ 6.5 into 10 raised to minus 7 കുളംബ് എന്ന ചാർജ് ഇരട്ടിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത് എന്നാണ് ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ ഇതിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ. എ ബി എന്ന് പറയുന്ന രണ്ട് കോപ്പർ സ്പിയേഴ്സ് എ ബി, ഇവയ്ക്കിടയിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് R is equal to 50 സെന്റിമീറ്റർ. ഓരോന്നിന്റെയും ചാർജ് ക്യു എ, ആദ്യത്തെ ചാർജിനെ ഞാൻ ക്യു എ എന്ന് വിളിക്കുന്നു. അത് എത്രയാണ്? 6.5 into 10 raised to minus 7 കുളം. ക്യു ബിയും അത് തന്നെ 6.5 into 10 raised to minus 7 കുളം. ഇനി നമുക്ക് ഇവയ്ക്കിടയിലുള്ള ഫോഴ്സ് കാണാം. F is equal to, ഇവിടെ 6 സെന്റിമീറ്ററിലാണ്, അതിനെ മീറ്ററിലാക്കാൻ മറക്കരുത്, ഇൻറ്റു 10 raised to minus 2. അതായത് R is equal to 50 into 10 raised to minus 2 meter. അപ്പൊ F is equal to K QA QB upon R square. ഇവിടെ നമുക്കറിയാം QAക്കും QBക്കും ഒരേ വില ആയതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് ഒരുമിച്ച് എഴുതി ഒരു സ്ക്വയർ കൊടുത്താൽ മതി. അതായത് 9 into 10 raised to 9, QAയും QBയുടെയും വില 6.5 into 10 raised to minus 7 into ഇത് തന്നെ. അപ്പൊ ഇതിനൊരു സ്ക്വയർ ഇട്ട് കൊടുത്താൽ മതി, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആർ എത്രയാണ്? 50 into 10 raised to minus 2 the whole square. അപ്പൊ നമുക്ക് എന്ത് ലഭിക്കും? 9 into 10 raised to 9 into 6.5ന്റെ സ്ക്വയർ. 6.5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 42.25 എന്ന് ലഭിക്കും. അതെങ്ങനെയാണ്? 6.5 into 6.5 ചെയ്യുന്ന അവസരത്തിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ 42.25 എന്ന് ലഭിക്കുന്നത്. അവസാനത്തെ സംഖ്യ 5 ആയതുകൊണ്ട് തന്നെ സ്ക്വയർ ചെയ്യാനുള്ള എളുപ്പമാർഗമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 6.5 into 6.5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 42.25 ലഭിക്കും. അത് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇൻറ്റു 10 raised to minus 7ന്റെ സ്ക്വയർ 10 raised to minus 14 ഡിവൈഡഡ് ബൈ 50 സ്ക്വയർ 2500 ഇൻറ്റു 10 raised to minus 4 which is equal to, ഇവിടെ നിന്ന് നമുക്ക് 9 into 42.25 ഇൻറ്റു 10 raised to minus 14 10 raised to 9 കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ 10 raised to minus 5 ഡിവൈഡഡ് ബൈ 25 into 100. അതും ഈ 10 raised to minus 4 കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 25 into 10 raised to minus 2 എന്ന് എഴുതാം. ഇതെങ്ങനെയാണ്? 25 into 100. 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ. അപ്പൊ 10 സ്ക്വയർ into 10 raised to minus 4 എന്ന് പറയുന്നത് 10 raised to minus 2, അതേ into 25. 42.25 into 25. നമുക്ക് ഇതിനെ ഇതും കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാണ്. അപ്പൊ നമുക്ക് 9 into 42.25നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് 1.69 എന്ന് ലഭിക്കും. അപ്പൊ 9 into 1.69 ഈ 10 raised to minus 2 മേളിൽ കൊടുക്കണം. 10 raised to minus 2 മേളിൽ കൊടുക്കുന്ന അവസരത്തിൽ 10 raised to minus 3 എന്ന് ലഭിക്കും. അപ്പൊ 9 into 1.69, 9 into 1.69 എത്രയാണ്? 9 into 1.69 നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുന്ന അവസരത്തിൽ 15.21 into 10 raised to minus 3
ന്യൂട്ടൺ എന്ന് ലഭിക്കും. 15.21 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. നമ്മൾ സൗകര്യത്തിനായിട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ഡെസിമൽ പ്ലേസ് ഇപ്പുറത്ത് കൊടുത്ത് പവറിലൊന്ന് കൂട്ടിയായിരിക്കും എഴുതുന്നത്. അതായത് 1.521 ഇൻറ്റു 10⁻² ന്യൂട്ടൺ. ഇങ്ങനെയായിരിക്കും നമ്മൾ കൂടുതൽ അവസരങ്ങളിൽ എഴുതുന്നത്. കാണാനൊരു ഭംഗിക്ക് വേണ്ടി, ഒന്നും കൂടി എളുപ്പം മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 1.521 ഇൻറ്റു 10⁻² ന്യൂട്ടൺ, അതായത് ഈ ഡെസിമൽ സ്ഥാനം ഇപ്പുറത്ത് മാറ്റി ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു ആ ഡിവൈഡ് ചെയ്തതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ മൾട്ടിപ്ലൈ ഇൻറ്റു 10, അപ്പോൾ 10⁻² ന്യൂട്ടൺ. ഇങ്ങനെ എഴുതിയാലും ഉത്തരം ശരി തന്നെയാണ്, ഉത്തരത്തിന് മാറ്റമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. ഇവിടെ തന്നെ ഒരു രണ്ടാമത്തെ ചോദ്യമുണ്ട്. വാട്ട് ഈസ് ദ റിപ്പൾസീവ് ഫോഴ്സ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ഫിയർ ഈസ് ഹാഫ്ഡ് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഈസ് ഡബിൾഡ്? നമുക്കിത് തുടച്ചതിന് ശേഷം, അല്ലെങ്കിൽ നമുക്ക് ഇവിടോട്ട് തന്നെ ഇത് നോക്കാം. ഇവിടെ ഒക്കെ അങ്ങ് തുടയ്ക്കുകയാണ്, ഈ ഫിഗറും അങ്ങ് തുടയ്ക്കുക. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഡബിൾ ചെയ്തു, ഡിസ്റ്റൻസ് കുറച്ചു. അതായത് QA എന്നുള്ളത് 2QA ആക്കി, QB എന്നുള്ളത് 2QB ആക്കി, R എന്നുള്ളത് പകുതിയായിട്ട് കുറച്ചു, R/2 ആക്കി കുറച്ചു. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? F ഈസ് ഈക്വൽ ടു Kക്ക് മാറ്റമില്ല. QA എന്തോ ആയി? 2QA ആയി, ഇൻറ്റു 2QB ആയി, ഡിവൈഡഡ് ബൈ R². R എന്തായിട്ട് മാറി? R/2 ആയിട്ട് മാറി. ഇവിടെ എന്ത് എഴുതാം? K ഇൻറ്റു 4QA/QB ഡിവൈഡഡ് ബൈ R/2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് സംഭവിക്കും? R²/4 വിച്ച് ഈസ് ഈക്വൽ ടു R²/2 ന്റെ സ്ക്വയർ 4. ഈ 4 ന്യൂമറേറ്ററിൽ പോകും. അപ്പൊ 4 ഇൻറ്റു 4 16 KQA/QB അപ്പോൺ R². ഈ KQA/QB അപ്പോൺ R² ആരാ? KQA/QB അപ്പോൺ R² ആരാ? നമ്മുടെ പഴയ ഫോഴ്സാ. പുതിയ ഫോഴ്സിനെ ഞാൻ F' എന്ന് വിളിക്കുന്നു. പുതിയ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് പകുതിയായിട്ട് കുറയ്ക്കുകയും ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഡബിൾ ആക്കുകയും ചെയ്ത ഫോഴ്സിനെ ഞാൻ F' എന്ന് വിളിക്കുകയാണെങ്കിൽ F' ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു ഓൾഡ് ഫോഴ്സ്, അതായത് ഒറിജിനൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ഉത്തരത്തിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫോഴ്സിന്റെ ഉത്തരം ലഭിക്കും. അപ്പോൾ F' ഈസ് ഈക്വൽ ടു 16F എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ NCERT പുസ്തകത്തിൽ ഞാൻ എഴുതുന്ന കൂട്ടായിരിക്കില്ല ചോദ്യം കിടക്കുന്നത്. NCERT പുസ്തകത്തിലെ മൂന്നാമത്തെ ചോദ്യവും ഇതേ മോഡലിലുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം അത് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ചെയ്തതിന് ശേഷം ഇത് നോക്കി മനസ്സിലാക്കാൻ. അപ്പോ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫോർ എ പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ കെപ്റ്റ് അറ്റ് സം ഡിസ്റ്റൻസ് അപ്പാർട്ട്. ഒരു പ്രോട്ടോണിനും ഒരു ഇലക്ട്രോണിനും ഇടയ്ക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെയും റേഷ്യോ കണക്കാക്കുക. നമുക്കറിയാം പ്രോട്ടോണിന് ഒരു മാസ് ഉണ്ട്, ഇലക്ട്രോണിന് ഒരു മാസ് ഉണ്ട്. അതേ കൂട്ട് തന്നെ പ്രോട്ടോണിനും ഒരു ചാർജ് ഉണ്ട്, ഇലക്ട്രോണിനും ഒരു ചാർജ് ഉണ്ട്. ഏത് രണ്ട് ചാർജ്ഡ് വസ്തുക്കൾക്കിടയിലും കുളംബ്സ് ലോ അനുസരിച്ച് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. അതേ കൂട്ട് തന്നെ മാസ് ഉള്ള ഏത് രണ്ട് വസ്തുക്കൾക്കിടയ്ക്കും ഗ്രാവിറ്റേഷണൽ ലോ അനുസരിച്ച്, അല്ലെങ്കിൽ ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ ലോ അനുസരിച്ചും ഒരു ഫോഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സുകളുടെ റേഷ്യോ കണക്കാക്കാനാണ് ചോദ്യം. നമുക്ക് മാസ് ഓഫ് ഇലക്ട്രോൺ അറിയാം, ഇലക്ട്രോണിന്റെ മാസ് അറിയാം, 9.1 ഇൻറ്റു 10⁻⁻31 kg. മാസ് ഓഫ് പ്രോട്ടോണും നമ്മൾ കഴിഞ്ഞ വർഷം കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ പഠിച്ചതാണ്, 1.67 ഇൻറ്റു 10⁻27 kg. ഇനി നമുക്ക് ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജ് എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 കുളം. അതേ ചാർജ് തന്നെയായിരിക്കും പ്രോട്ടോണിന്, ഒന്നിന് പോസിറ്റീവും മറ്റൊന്നിന് നെഗറ്റീവും ആയിരിക്കുമെന്നേ ഉള്ളൂ. നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറിയാം, FG എന്ന് ഞാൻ വിളിക്കുന്നു. എന്താണ്? G m1 m2 അപ്പോൺ R².
G into mass of first body into mass of second body. ഇവിടെ mass of proton into mass of electron divided by r square, which is equal to G. G എന്താണ്? 6.67 into 10 raised to minus 11 into gravitational constant ന്റെ വില നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച G is equal to 6.67 into 10 raised to minus 11 Newton meter square per kilogram square എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വില പഠിച്ചതാണ്. അപ്പോൾ 6.67 into 10 raised to minus 11 into mass of proton 1.67 into 10 raised to minus 27 into 9.1 into 10 raised to minus 31 divided by r square. അടുത്തത് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇവയ്ക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അത് K Q1 Q2 upon r square. അപ്പോൾ എന്താണ് K യുടെ വില? 9 into 10 raised to 9 എയറിലാണെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ Q1 1.6 into 10 raised to minus 19 അതിൻ്റെ സ്ക്വയർ ആയിരിക്കുമല്ലോ. രണ്ടിൻ്റെയും ചാർജ് തുല്യമാണ്. അപ്പോൾ ചാർജിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ അതേ ആർ സ്ക്വയർ തന്നെ. ഇവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്ന് കരുതുക, 6 ആണെന്ന് കരുതുക. രണ്ടിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഒന്ന് തന്നെയാണ്, 6 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ FE to FG അതാണ് നമ്മൾ റേഷ്യോ കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തോ ചെയ്യും? ഇതേ ഡിവൈഡഡ് ബൈ ഇത് ആർ സ്ക്വയറും വെട്ടിപ്പോകും. ഇവിടെ ഞാനിത് പറയാൻ കാരണം ആർ സ്ക്വയർ ഞാൻ 6 എന്ന ജനറൽ ആയിട്ട് എടുക്കാൻ കാരണം നമുക്ക് ചില കണക്കുകളിൽ ആറിനൊരു വില തരും. ഇപ്പൊ R is equal to 50 സെന്റിമീറ്റർ എന്ന് തരും. അങ്ങനെ തരുന്ന അവസരത്തിൽ ചില സമയത്ത് നമ്മൾ ഇവിടെ ഇട്ട് 50 എഴുതി, 50 സെന്റിമീറ്റർ എഴുതി, പിന്നെ അതിന് SIയിലോട്ട് മാറ്റി ഇവിടെ സ്ക്വയർ ചെയ്ത് ഒരു വലിയ കണക്കിന്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ആ 50 ഇവിടെ ഇട്ടങ്ങ് വെട്ടിക്കളയാം. എന്നിട്ട് ഡയറക്റ്റ് അങ്ങ് റേഷ്യോ എടുക്കാം. ഡയറക്റ്റ് റേഷ്യോ എടുക്കുന്ന അവസരത്തിൽ നമുക്ക് എന്തോ കിട്ടും? 9 into 10 raised to 9 into 1.6 into 10 raised to minus 19 the whole square divided by 6.67 into 10 raised to minus 11 into 1.67 into 10 raised to minus 27 into 9.1 into 10 raised to minus 31. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവസാന ഉത്തരം 2.2 സംതിങ് into 10 raised to 39, 2.29 into 10 raised to 39 എന്ന് വരും. മേളിലും ഫോഴ്സ്, താഴെ ഫോഴ്സ്. അപ്പോൾ യൂണിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഓരോ കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. എപ്പോ ഇങ്ങനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ റേഷ്യോ കാണാൻ ഒരു ചോദ്യം വരുന്ന അവസരത്തിൽ നിങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. കാരണം എന്താ? ഫോഴ്സ് ബൈ ഫോഴ്സ്. അപ്പൊ ന്യൂട്ടനും ക്യാൻസൽ ആയി പോയി. ന്യൂട്ടന്റെ ആണെങ്കിൽ നമുക്കറിയാം LT raised to minus 2 MLT raised to minus 2 എന്ന് എഴുതിയ ഡയമെൻഷൻ ഉണ്ട്. ആ മുകളിലത്തെ ഡയമെൻഷനും താഴത്തെ ഡയമെൻഷനും കൂടെ വെട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ആദ്യത്തെ കാര്യം. രണ്ടാമത്തത്, ഇതിന് യൂണിറ്റ് ഇല്ല. ഈ റേഷ്യോയ്ക്ക് യൂണിറ്റ് ഇല്ല. ഇറ്റ് ഈസ് എ ഹ്യൂജ് റേഷ്യോ. അതായത് FE by FG എന്ന് പറയുന്നത് ഒരു വളരെ വലിയ സംഖ്യയാണ്. 2.29 കഴിഞ്ഞ് ഏകദേശം 37 2.29 കഴിഞ്ഞ് 229 കഴിഞ്ഞ് ഏകദേശം 37 അങ്ങനെ 37 നിങ്ങൾ എഴുതിയാൽ മാത്രമേ ഈ സംഖ്യ ആവത്തുള്ളൂ. അതായത് FE by FG എന്ന് പറയുന്ന ഒരു വളരെ വലിയ റേഷ്യോ ആണ്. അതിന്റെ അർത്ഥം FE എന്ന് പറയുന്നത് FG യെക്കാളും വളരെ വലിയൊരു ഫോഴ്സ് ആണ്. FE is much greater than FG. That is, electrostatic force is much greater than gravitational force. അതായത് gravitational force is a weaker force. Gravitational force is a weak force compared to electrostatic force. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു വലിയ ഫോഴ്സ് ആണെന്നും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു ചെറിയ ഫോഴ്സ് ആണെന്നും ഈ റേഷ്യോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത് ചെയ്യേണ്ട ഇങ്ങനെയൊക്കെയാണ്. ചില സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോ പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ ഇടയ്ക്കുള്ള കമ്പയർ ചെയ്യാനാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്.
ചിലപ്പോൾ ഇലക്ട്രോണിന്റെ ഇടയ്ക്ക്, പ്രോട്ടോണിന്റെ ഇടയ്ക്ക്, അങ്ങനെ ഇവയ്ക്ക് മൂന്നും ഇങ്ങനെ മാറ്റി മാറ്റി ചോദിക്കാം. എന്ത് ചോദിച്ചാലും ഏകദേശം ഈ 10⁻39 പവറിൽ അവസാനിക്കും. അപ്പൊ നിങ്ങൾ എൻട്രൻസ് ഓറിയന്റഡ് ഐറ്റം ആയിട്ട് എഴുതുമ്പോൾ 10⁻39 അഥവാ 10⁻40 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ടിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ എന്താണെന്നുള്ളത് കൂടി ശ്രദ്ധിക്കാൻ പരിഗണിക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. ടു ചാർജ്ഡ് പാർട്ടിക്കിൾസ് എ ആൻഡ് ബി ഹാവിംഗ് ചാർജസ് Q and 4Q ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് L മീറ്റർ. ക്യൂവും 4Qവും ഉള്ള എ ബി എന്ന രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസ് L മീറ്റർ അകലത്തിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവയ്ക്ക് ഇടയിലേക്ക് ഒരു മൂന്നാമത്തെ ചാർജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ, അതായത് ഈ രണ്ട് ചാർജുകളുടെ എ ബി എന്ന രണ്ട് ചാർജുകൾ, ബി എന്ന രണ്ട് ചാർജുകൾ, ഒന്നിന്റെ വില Q, മറ്റേതിന്റെ വില 4Q, ഇവയ്ക്കിടയിലുള്ള സെപ്പറേഷൻ L ആണ്. ഒരു പുതിയ ചാർജ്, ആ ചാർജിനെ ഞാൻ Q എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ Q എന്ന ചാർജിനെ എനിക്ക് ഇവയ്ക്കിടയിലേക്ക്, ഇവരുടെ സെന്റർ ജോയിൻ ചെയ്യുന്ന ഈ ലൈനിലേക്ക് എനിക്ക് എവിടെയെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവയെ ഞാൻ എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? സോ ദാറ്റ് വേർ ഈസ് ദ പൊസിഷൻ ഓഫ് തേർഡ് ചാർജ്? സോ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. അതായത് പുതിയ ചാർജിനകത്തിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. അങ്ങനെ ആവുമ്പോഴാണല്ലോ അതിന് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എവിടെ ആയിരിക്കണം ഞാൻ ഈ പുതിയ ചാർജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട? കാരണം അവ ഇക്വിലിബ്രിയത്തിൽ നിൽക്കണമെങ്കിൽ അവയെ ഞാൻ എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം? ഈ ഫിഗർ ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വരയ്ക്കാം. അപ്പോ എ ബി എന്ന രണ്ട് ചാർജുകൾ, ഇവയ്ക്കിടയിലുള്ള സെപ്പറേഷൻ L ആണ്. ഇതാണ് ഇവയുടെ സെന്ററുകൾ ജോയിൻ ചെയ്തുള്ള ലൈൻ. എന്തെങ്കിലും ഒരു പുതിയ ചാർജ് ഉണ്ട്, ഇതിനെ ഞാൻ +Q ആണെന്ന് കരുതുക. ചാർജ് മാറ്റർ ചെയ്യുന്നില്ല, +Q ആണെന്ന് കരുതുക. അതിനെ ഞാൻ എവിടെ വെച്ചാലാണ് ഈ ചാർജ് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നത്? ഇവയും പോസിറ്റീവ് ചാർജസ് ആണെന്ന് കരുതുക, ഇതും പോസിറ്റീവ് ആണെന്ന് കരുതുക. അപ്പൊ ഞാൻ എന്റെ +Qവിനെ, ഇതും സെന്റർ ജോയിൻ ചെയ്യുന്ന ലൈൻ ആണല്ലോ, ഞാൻ എന്റെ +Qവിനെ ഇവിടെ വെക്കുന്ന അവസരത്തിൽ എന്ത് സംഭവിക്കും? ഈ ചാർജ് ഇതിനെ റിപ്പല് ചെയ്യും ഇങ്ങോട്ട്. അതേ കൂട്ട് തന്നെ ഇതും പോസിറ്റീവ് ആണ്. അപ്പൊ ഈ ചാർജും ഇതിനെ റിപ്പല് ചെയ്യും ഇങ്ങോട്ട്. അപ്പൊ ഇവിടുത്തെ FAയും FBയും ഒരേ ഡയറക്ഷനിലാണല്ലോ. അപ്പൊ നെറ്റ് ഫോഴ്സ് 0 അല്ല. അപ്പൊ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം പൊസിഷൻ അല്ല. അപ്പൊ ഞാൻ ഇത് അല്ലെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അതിനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച്, +Qവിനെ ഇവിടെ വെച്ച്. അപ്പൊ എന്തോ ഇത്, ഈ ചാർജ് ഇതിനെ ഇങ്ങോട്ട് റിപ്പല് ചെയ്ത്, മറ്റേ ചാർജും അതിനെ ആ ഡയറക്ഷനിൽ തന്നെ റിപ്പല് ചെയ്ത്. ഇവിടെ നെറ്റ് ഫോഴ്സ് 0 അല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതുമല്ല എന്റെ പൊസിഷൻ. അപ്പൊ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ ഓരോ പൊസിഷനും അല്ലെന്ന് മനസ്സിലാക്കുക. ഇനിയുള്ള പൊസിഷൻ ഇതിന്റെ ഈ രണ്ട് ചാർജസിന്റെ മിഡിലാണ്. അപ്പൊ ഞാൻ എന്റെ ചാർജിനെ ഇവിടെ വെച്ചു. അപ്പൊ എന്താ സംഭവിച്ചു? എന്റെ Q ചാർജിനെ ഇവിടെ വെച്ചു. അപ്പൊ എന്താ ചെയ്തു? എന്റെ B എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്തു, A എന്ന് പറയുന്നത് ഇതിനെ അങ്ങോട്ട് റിപ്പൽ ചെയ്തു. B ഇതിനെ അങ്ങോട്ട് റിപ്പൽ ചെയ്തു, A ഇതിനെ അങ്ങോട്ടും റിപ്പൽ ചെയ്തു. B പറഞ്ഞു മാറി നിൽക്ക്, A പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്ക്. അപ്പൊ എന്ത് സംഭവിച്ചു? FB FAയും ക്യാൻസൽ ആവാനുള്ള ഒരു സാധ്യത, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ക്യാൻസൽ ആവാനുള്ള ഒരു സാധ്യത ഇവിടെ തെളിഞ്ഞു വന്നു. അപ്പൊ നമ്മൾ രണ്ട് ചാർജ്, ഒരേ സൈനുള്ള രണ്ട് ചാർജ് വെക്കുമ്പോൾ പുതിയ ചാർജിനെ എപ്പോഴും സെന്ററിലായിരിക്കണം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ക്യാൻസൽ ആവാനുള്ള സാധ്യത, ക്യാൻസൽ ആവുമെന്ന് ഉറപ്പില്ല, സെന്ററിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ, മിഡിലിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ, എക്സാക്ട് മിഡിലൊന്നും വെക്കണമെന്നും ഇല്ല, കാരണം ഇവയുടെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ വ്യത്യാസമാണ്. അപ്പം ഈ രണ്ട് ചാർജസിന്റെ മിഡിലിൽ വെച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി അത് എവിടെയാണെന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ ആ ഫിഗർ ഒന്നുകൂടി വരയ്ക്കാം. A എന്ന ചാർജ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് Q, B എന്ന ചാർജ് 4Q, ഇവയ്ക്കിടയിലുള്ള സെപ്പറേഷൻ L. ഞാൻ എൻ്റെ Q എന്ന് പറയുന്ന ന്യൂ ചാർജിനെ Aയിൽ നിന്നും
എക്സ് അകലത്തിൽ വെച്ചു എന്ന് കരുതുക. അപ്പൊ ഇവിടെയാണ് എന്റെ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇരിക്കുന്നത്. എയിൽ നിന്ന് എക്സ് അകലത്തിൽ വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര അകലമായിരിക്കും? എൽ മൈനസ് എക്സ് ആയിരിക്കുമല്ലോ. ഇത് എക്സ് ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും എൽ മൈനസ് എക്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് എ ക്യൂവിൽ ചെലുത്തുന്ന ചാർജ് നോക്കാം. അതായത് ഇവിടോട്ടൊരു റിപ്പൽഷൻ കാണുമല്ലോ, എഫ് എ എന്ന് പറയുന്നത്. അതേകൂട്ട് തന്നെ ഇങ്ങോട്ടൊരു റിപ്പൽഷൻ കാണുമല്ലോ, എഫ് ബി എന്ന് പറയുന്നത്. ഇവ രണ്ടും തുല്യമാണെങ്കിൽ അല്ലേ ഇത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ സാധിക്കും. അപ്പൊ എഫ് എ എന്ന് പറയുന്നത് കെ ക്യൂ ക്യൂ ബൈ എക്സ് സ്ക്വയർ. ഇവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആയതുകൊണ്ട് തന്നെ എക്സ് സ്ക്വയർ. അതേകൂട്ട് തന്നെ എഫ് ബി എന്ന് പറയുന്നത് അപ്പൊ എത്രയായിരിക്കും? കെ 4q. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 4q ആണ്. അപ്പൊ കെ 4q ഇൻറ്റു ക്യൂ ഈ ക്യൂ ഡിവൈഡഡ് ബൈ ഈ രണ്ട് ചാർജസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എൽ മൈനസ് എക്സ് ആണ്. ദ ഹോൾ സ്ക്വയർ, അതിന്റെ സ്ക്വയർ. അപ്പോ കെ 4q ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ എൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആയിരിക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഈക്വൽ ആണെങ്കിൽ ഫോഴ്സ് ക്യാൻസൽ ആയി പോകും. അപ്പൊ എഫ് എ ഇസ് ഈക്വൽ ടു എഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ക്യൂ ക്യൂ ബൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ 4q ഇൻറ്റു ക്യൂ ബൈ എൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. കെ ക്യാൻസൽ, ക്യൂ ക്യൂ ക്യാൻസൽ, ക്യാപിറ്റൽ ക്യൂ ക്യാൻസൽ. എൽ മൈനസ് എക്സിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. ഇതിനെ ഞാൻ ഒറ്റ സ്ക്വയറിന്റെ അടിയിൽ എഴുതാം. എൽ മൈനസ് എക്സ് ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. അതിന്റെ അർത്ഥം എൽ മൈനസ് എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. അപ്പൊ ഇതിനെ എനിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. എൽ മൈനസ് എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ എൽ മൈനസ് എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2. ഇവിടെ നിന്ന് എനിക്ക് എന്ത് ലഭിക്കും? എൽ ഈസ് ഈക്വൽ ടു 3x അഥവാ എക്സ് ഈസ് ഈക്വൽ ടു എൽ ബൈ 3. അതേ കൂട്ടാൻ ഇവിടുന്ന് എനിക്ക് എന്ത് ലഭിക്കും? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എൽ എന്ന് ലഭിക്കും. ഇത് പോസിബിൾ അല്ല. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എൽ, ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ടു എക്സിന്റെ അടിക്ക് മൈനസ് എക്സ് അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് 2x പ്ലസ് എക്സ്. അപ്പൊ എൽ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് അഥവാ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എൽ. ഇവിടെ എന്ത് സംഭവിച്ചു? എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ 2x മൈനസ് എക്സ് അപ്പുറത്ത് പോയപ്പോ 3x. അപ്പൊ എൽ ഈസ് ഈക്വൽ ടു 3x അഥവാ എക്സ് ഈസ് ഈക്വൽ ടു എൽ ബൈ 3. അപ്പൊ ഈ എക്സിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിന്റെ 1/3 ഭാഗത്തിലായിരിക്കും ഈ എക്സിന്റെ പൊസിഷൻ. അപ്പൊ വീണ്ടും ഒരു ചോദ്യം വരാം. എല്ലിന്റെ 1/3 പൊസിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം, ഇവിടുന്ന് അങ്ങോട്ടും വരാം അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം. എക്സ് എന്ന് ഇവിടെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും. എങ്കിലും ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം, എന്തുകൊണ്ട് ഇതിന്റെ അടുക്കലായിക്കൂടാ എന്ന്. കാരണം ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വലുതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഫോഴ്സിനെ ഈ ചെറിയ മാഗ്നിറ്റ്യൂഡിനുള്ള ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പുതിയ ചാർജിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചാർജുകൾ ഓപ്പോസിറ്റ് ആവുന്ന ഈക്വൽ ആവുന്ന അവസരത്തിൽ രണ്ട് ചാർജുകൾ ഈക്വൽ. ഇതൊരു ഇമ്പോർട്ടന്റ് ടൈപ്പ് പ്രോബ്ലം ആണ്. രണ്ട് ചാർജുകൾ ഒരേ കൂട്ടുള്ള രണ്ട് ചാർജുകൾ, ഇവയ്ക്കിടയിലേക്ക് മറ്റൊരു ചാർജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അവ ഇക്വിലിബ്രിയത്തിലും ആയിരിക്കണം. അപ്പൊ പ്ലസും ആവാം, മൈനസും ആവാം, സൈൻ മാറ്റർ അല്ല. ഇവയ്ക്കിടയിലേക്ക് പുതിയൊരു ചാർജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എപ്പോഴും സെന്ററിലായിരിക്കും. അതായത് ഈ രണ്ട് ചാർജിന്റെ മിഡിലായിരിക്കും, സെൻട്രൽ അല്ല, മിഡിലായിരിക്കും. അതേ കൂട്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് കുറവുള്ള ചാർജിന്റെ അടുത്തുമായിരിക്കും. ഇവയിൽ ഏത് ചാർജിനായിരിക്കും മാഗ്നിറ്റ്യൂഡ് കുറവ്? അവയ്ക്കടുത്തായിരിക്കും. ഈ കേസിൽ എയ്ക്കടുത്ത് എൽ ബൈ 3 പൊസിഷനിലായിരിക്കും ക്യൂ എന്ന് പറയുന്ന പുതിയ ചാർജിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലംസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ വീഡിയോയിലെ പ്രോബ്ലംസ് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ധാരാളം പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങളുടെ NCERT-യിലുണ്ട്, മറ്റു പല ടെക്സ്റ്റുകളിലും ഉണ്ട്. അതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. ഈ തന്ന ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യുക. ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനും കുളംസ് ലോയും കൂടെ മിക്സ് ചെയ്തുള്ള കുറച്ച് പ്രോബ്ലംസ്, അവിടെ നമ്മൾ പോളിഗൺ ടൈപ്പ് ഉള്ള പ്രോബ്ലംസ് ഒക്കെ പഠിക്കും. അപ്പോൾ അതുവരേക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ആ വീഡിയോയിൽ കാണാം. ബൈ.